Class 9 first chapter of maths on a number system. The number system main natural numbers. Natural numbers we can representing by n. Okay, letter n. നമുക്കറിയാം നമ്പർ സിസ്റ്റം ദാറ്റ് ഈസ് കൗണ്ടിങ് നമ്പേഴ്സ്. നമ്മളുടെ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ആർ കൗണ്ടിങ് നമ്പേഴ്സ്. ഇനി അടുത്ത നമ്മൾ പഠിച്ചത് ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സ് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ W. നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 0 1 2 3 എക്സെട്ര. ഇതാണ് ഹോൾ നമ്പേഴ്സ്. ഇനി പിന്നെ വരുന്നത് ഇൻറ്റജേഴ്സ്. ഇൻറ്റജേഴ്സിനെ നമുക്ക് I എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഓർ ഇസഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, I ഓർ ഇസഡ്. ഓക്കെ, ഇതിനകത്ത് വരുന്നത് എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും പിന്നെ സീറോയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നെഗറ്റീവ് നമ്പേഴ്സ് -2 -1 0 പിന്നെ 1 2 എക്സെട്ര. ഓക്കെ, അപ്പം ഓൾ നെഗറ്റീവ് നമ്പേഴ്സ് 0 ആൻഡ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്, അതാണ് ഇൻറ്റജേഴ്സ്. ഇത് നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, 8th പഠിച്ച പോർഷൻ തന്നെയാണ് നമ്പർ സിസ്റ്റത്തിൽ. നമ്പേഴ്സ് ഇത്രയും നമ്പേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് പഠിച്ചു, നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ നമ്മൾ ഹോൾ നമ്പേഴ്സ് പഠിച്ചു, അതിനകത്ത് സീറോയും കൂടെ വന്നാൽ ഹോൾ നമ്പറായി. ഇനി നെഗറ്റീവ് നമ്പറിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് 6th അല്ലേ, ഇൻറ്റജേഴ്സ് നെഗറ്റീവ് നമ്പർ പഠിച്ചു. അപ്പോൾ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും സീറോയും എല്ലാം കൂടെ വരുന്ന ഗ്രൂപ്പ് ഇൻറ്റജേഴ്സ് എന്ന്. ഇത്രയും നമ്മൾ പഠിച്ചു. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു പോർഷനും കൂടെ ലാസ്റ്റ് ഇയറിൽ പഠിച്ചായിരുന്നു നമ്പർ സിസ്റ്റത്തിൽ, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റജേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കണില്ലേ, റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം P/Q അല്ലേ. നമ്പേഴ്സ് ഓഫ് ദ ഫോം P/Q ആയിരുന്നു റാഷണൽ നമ്പർ. ഓക്കെ, ഒരു നമ്പറിനെ ഈ ഫോമിൽ എഴുതിയാൽ P/Q എന്നുള്ള ഫോമിൽ എഴുതിയാൽ ദാറ്റ് ഈസ് നോൺ ആസ് റാഷണൽ നമ്പർ. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഈ P ആൻഡ് Q ഇൻറ്റജേഴ്സ് ആയിരിക്കണം, P ആൻഡ് Q ഇൻറ്റജേഴ്സിനകത്തുള്ളതായിരിക്കണം, അതുപോലെ Q നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെല്ലാം റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. എക്സാമ്പിൾ 2/3 P/Q ഫോമിലുള്ള നമ്പറാണ്. 2ഉം 3ഉം ഇൻറ്റജേഴ്സാണ്, അതുകൊണ്ട് അത് ഒരു റാഷണൽ നമ്പറാണ്. ഇനി അല്ലെങ്കിൽ -5/7 ഇതും ഒരു റാഷണൽ നമ്പറാണ്, കാരണം അതിൻ്റെ വാല്യൂ ഓഫ് P -5ഉം ഡിനോമിനേറ്റർ Q എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ 7ഉമാണ്. അപ്പോൾ അതും ഒരു റാഷണൽ നമ്പറാണ്. ഇനി നമ്മൾ -7/9 അതും ഒരു റാഷണൽ നമ്പറാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 4/-11 ദാറ്റ് ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം P/Q, അതാണ് റാഷണൽ നമ്പേഴ്സ്. ഇനി ഈ P/Q ഫോം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫ്രാക്ഷണൽ ഫോം. ഇതിനെ നമ്മൾക്ക് ഡെസിമൽ ഫോമിലും വേണമെങ്കിൽ എഴുതാം. ഡെസിമൽ ഫോമിൽ എഴുതുമ്പം ഇനി റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ പറയുമ്പം P/Q ഫോമിൽ വരുന്ന നമ്പേഴ്സ് Pയും Q ഇൻറ്റജേഴ്സ് ആയിരിക്കണം. Q നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാഷണൽ നമ്പറാണെന്ന് പറയാം. അതുപോലെ തന്നെ റാഷണൽ നമ്പറിനെ നമുക്ക് ഒരു ഡെസിമൽ ഫോമിൽ ഈ നമ്പറിനെ കൺവേർട്ട് ചെയ്താൽ എങ്ങനെ വരും, അതിൻ്റെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പം ഡെസിമൽ ഫോമിൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം ഇങ്ങനെ വരണം. ഒന്നുകിൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയിരിക്കണം, ടെർമിനേറ്റിംഗ് ഡെസിമൽ, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആകാം, നോൺ ടെർമിനേറ്റിംഗ് ആകാം. പക്ഷേ അതിൻ്റെ കൂടെ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആകണം. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ അത് റാഷണലാണ്. ഇനി നിങ്ങൾക്ക് ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലോട്ട് എഴുതുമ്പം ഇപ്പം ഇങ്ങനെ വന്നു 0.5, അതായത് നമ്മൾ 1/2 എന്നുള്ള ഫ്രാക്ഷനെ അല്ലെങ്കിൽ റാഷണലിനെ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 1/2 ഈസ് ഈക്വൽ ടു 0.5. അപ്പോൾ അതൊരു ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ഫസ്റ്റ് വി കാൺട്ട്, സോ വി ഗീവ് 0, ദെൻ പോയിൻറ്റ്, ദെൻ 10 ആയി 5, ദെൻ 10 5 2s are 10. സോ ഇവിടെ വെച്ച് നമ്മുടെ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. അപ്പോൾ ഈ 1/2 ഒരു റാഷണലാണ്, അതിനെ നമ്മൾ ഡെസിമൽ ഫോമിൽ എഴുതുമ്പം അതൊരു ടെർമിനേറ്റിംഗ് ഡെസിമലായിരുന്നു.
അപ്പം എല്ലാ ടെർമിനേറ്റിംഗ് ഡെസിമൽസും റാഷണലാണ്. എല്ലാ ടെർമിനേറ്റിംഗ് ഡെസിമൽസും റാഷണലാണ്. ഓക്കെ, ഓൾ ഓഫ് യു ക്ലിയർ? അപ്പം വീണ്ടും നമുക്ക് എക്സാമ്പിൾ ഇങ്ങനെ കൊടുക്കാം. അനദർ ഒരു എക്സാമ്പിൾ 1/4 ഞാൻ എടുത്തു. 1/4 ഇതും ഒരു ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. കാരണം ഈ 1നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0. അപ്പോൾ നമുക്ക് 2 ടൈംസ് എടുക്കും. ഇവിടെ 10 ആയി. സോ 2 times 8 then 2. വീണ്ടും നമ്മൾ ഡെസിമൽ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് 0 ഇടാം. സോ 5 4s are 20. അപ്പം 1.4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അവിടെ വെച്ച് നമ്മുടെ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തു. സോ ഇറ്റ് ഈസ് ഓൾസോ എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. അപ്പോൾ 1/4 എന്ന് പറഞ്ഞതും ഒരു റാഷണലാണ്. P/Q ഫോമിൽ എഴുതുന്നു. അത് ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. സോ അതും ഒരു റാഷണലാണ്. അപ്പം ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ ഡെസിമൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. കണ്ടിന്യൂ ചെയ്യണത് സെയിം മെത്തേഡിലുള്ള ഒരു റെപ്പിറ്റേഷൻ ആണെങ്കിൽ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. 0.33 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എൻലെസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണു. പക്ഷേ അത് സെയിം നമ്പറാണ് റിപ്പീറ്റ് ചെയ്യണത്. 3 എന്ന് മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് എന്ന് പറയും. നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ്. ഇനി അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. 0.12 ഇതും റിപ്പീറ്റ് ചെയ്യും. നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ അത് റിപ്പീറ്റിംഗ് ആണ്. കാരണം സെയിം 1 തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ വന്നാലും അതൊരു റാഷണലാകും. ഓക്കെ, അപ്പോൾ റാഷണലാകാൻ 2 കണ്ടീഷൻസാണ് ഉള്ളത്. ഒന്ന് ടെർമിനേറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അത് റിപ്പീറ്റിംഗ് ആയിരിക്കണം. റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് സെയിം നമ്പേഴ്സ് ഒരു നമ്പറോ അല്ലെങ്കിൽ സെയിം നമ്പേഴ്സോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു. 0.333 എന്ന് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 0.1212. ഇനി അതല്ല വേറെ നമുക്ക് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇവിടെ 0.235 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താലും ഇത് ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. 2/3 നമ്മളുടെ ഒരു ഫ്രാക്ഷണൽ ഫോമാണ് 2/3. ഈ 2/3നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഫസ്റ്റ് വി കാൺ. സോ വി ഗീവ് ഡെസിമൽ പോയിൻറ്റ് 20 ആയി. 6 3s 18. ഓക്കെ, അവിടെ 2 വന്നു. വീണ്ടും ഡെസിമൽ പോയിൻ്റ് ഉള്ളതുകൊണ്ട് 0 കൊടുത്തു. അപ്പോൾ 6 ആയി. 18 വീണ്ടും 2 0. അങ്ങനെ ഈ 6 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2/3 എന്ന് പറഞ്ഞാൽ ഇതൊരു റാഷണലാണെന്ന് മനസ്സിലായി. കാരണം ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, റിപ്പീറ്റിംഗ് ആണ്. ഈ 6 എന്നുള്ള നമ്പർ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിന് ഒക്കറിങ്, ഈ സെയിം നമ്പർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 0.6 അതിൻ്റെ മുകളിലൊരു ബാർ സിമ്പൽ കൊടുക്കാം. 6ൻ്റെ മുകളിലൊരു ബാർ സിമ്പൽ കൊടുത്താൽ ഇത് 6 ഈസ് റിപ്പീറ്റിംഗ് ആണ്. അപ്പം നമ്മൾ വായിക്കണം, ഇത് റെക്കറിങ് ഡെസിമൽ എന്ന് പറയും. 0.6 ബാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റെക്കറിങ് ഡെസിമൽ. ദാറ്റ് മീൻസ് ഈ 6 ഈസ് റിപ്പീറ്റിംഗ്. ഇൻഫിനിറ്റ് ടൈംസ് ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാം. 0.6ൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടാലും റിപ്പീറ്റ് ചെയ്യാം. ഈ ഡോട്ട് സിമ്പൽ കണ്ടാലും ബാർ സിമ്പൽ കണ്ടാലും സെയിം മീനിങ് ആണ്. ദാറ്റ് നമ്പർ ഈസ് റിപ്പീറ്റിംഗ്. സോ ദീസ് ടൈപ്പ് ഓഫ് ഡെസിമൽസ് ആർ നോൺ ആസ് റെക്കറിങ് ഡെസിമൽസ്. അപ്പം റാഷണൽ ആണെങ്കിൽ ഒന്നുകിൽ അത് ടെർമിനേറ്റിംഗ് ആണ്, കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോസസ്സ് എൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം സെയിം നമ്പർ. സോ അതായത് റെക്കറിങ് ഡെസിമൽസ് ആയിരിക്കണം. ദ 2 കണ്ടീഷൻസ് ആണുള്ളത് ഒരു റാഷണലിന്. അപ്പോൾ റാഷണൽ P/Q ഫോമിലുള്ള നമ്പർ പിയും ക്യൂ ഇൻറ്റജേഴ്സാണ്. ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാഷണൽ ആണെന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഡെസിമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ അതിനെ ഒന്നുകിൽ അത് ടെർമിനേറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ് ആയിരിക്കണം. ഇനി അപ്പോൾ നമ്മൾക്ക് റാഷണൽ നമ്പർ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഒരു സെറ്റുണ്ട്. അപ്പം ഇങ്ങനെ അല്ലാത്ത നമ്പേഴ്സ് കാണുമല്ലോ, ദാറ്റ് ഈസ് നോൺ ആസ് ഇറാഷണൽ.
ഓക്കെ. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ദാറ്റ് ഇറാഷണൽ നമ്പർ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡെസിമൽ ഫോമിലായപ്പോൾ 2 കണ്ടീഷൻ പറഞ്ഞു. ഒന്ന് ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഇത് രണ്ടും അല്ലാത്തതെല്ലാം ഇറാഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് ആണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ആകുമ്പോൾ അത് ഇറാഷണലായി. അതായത് ഇപ്പം ഇങ്ങനെ നമുക്ക് വരിക 0.1 2 4 3 7 6 8 7 1 ഇങ്ങനെ പോവുക. ഇങ്ങനെ ഒരു ഡെസിമൽ ഉണ്ടെങ്കിൽ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിപ്പീറ്റിംഗ് ആണ്. ഇതൊരിക്കലും എൻഡ് ചെയ്യണില്ല. നമ്പേഴ്സൊന്നും സെയിം നമ്പേഴ്സ് അല്ല റിപ്പീറ്റ് ചെയ്യണത്, ഒരു ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഒരു ഡെസിമൽ ഫോം വന്നാൽ അത് ഇറാഷണൽ നമ്പേഴ്സാകും. ഇതെന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഇങ്ങനെ വരുന്നത്. അതായത് എല്ലാ നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിനെയും നമുക്ക് ഇറാഷണൽ നമ്പർ എന്ന് പറയാം. നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ √4 ദാറ്റ് ഈസ് എ സ്ക്വയർ നമ്പർ. ദെൻ നെക്സ്റ്റ് സ്ക്വയർ നമ്പർ 9, ദെൻ 16. ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സാണ്. ബിക്കോസ് √4 എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, √9 3 ആണ്. അപ്പം ദീസ് 4, 9, 16 ദീസ് ഓൾ ആർ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. അപ്പോൾ ഇതല്ലാതെ പറഞ്ഞ നമ്പേഴ്സ് √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 25 ഈസ് ഓൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. ദെൻ 100 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. അപ്പം നമുക്ക് √2 എന്ന് പറഞ്ഞാൽ 2 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ √2 ഈസ് എ റാഷണൽ. ദെൻ √3 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇറാഷണൽ. ദെൻ √17, √28 ദീസ് ഓൾ ആർ ഇറാഷണൽ നമ്പേഴ്സ്. ബിക്കോസ് ഇതൊന്നും പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അല്ല. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പറിനെയും നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. വോട്ടിംഗ്. അപ്പോൾ സോ വൺസ് മോർ യു ലിസൺ. അപ്പോൾ നമ്മളുടെ നമ്പേഴ്സിനെ നമുക്ക് ആദ്യം നമ്മൾ പഠിച്ചത് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മളൊരു ചെറിയ ബോക്സ് വെച്ചാൽ അതാണ് നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ഇതിനെ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ഒരു വലിയ ബോക്സിനകത്തോട്ട് നമുക്ക് വിചാരിച്ചാൽ ഇതാണ് നമ്മളുടെ ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഹോൾ നമ്പേഴ്സിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് വരും. വീണ്ടും ഒരു നെക്സ്റ്റ് ബോക്സ് നമ്മൾ വിചാരിച്ചാൽ അതിനകത്ത് ദാറ്റ് ഈസ് ഇൻറ്റജേഴ്സ്. അപ്പം ഇനി ഇൻറ്റജേഴ്സിൻ്റെ മുകളിൽ നമ്മളൊരു ബോക്സും കൂടെ വിചാരിച്ചാൽ ദാറ്റ് ഈസ് റാഷണൽ നമ്പേഴ്സ്. ഇല്ലേ? റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Q എന്നുള്ള ലെറ്റർ കൊണ്ട്. Q റാഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് Q. ഇനി ഇത്ര നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇനി ഈ Qൻ്റെയും റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടെ വരുമ്പം അതാണ് റിയൽ നമ്പേഴ്സ്. റാഷണൽ നമ്പറും അതിൻ്റെ കൂടെ ഇറാഷണൽ നമ്പറും കൂടെ ചേർന്ന ഗ്രൂപ്പാണ് റിയൽ നമ്പേഴ്സ്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ റിയൽ നമ്പറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. റിയൽ നമ്പേഴ്സിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് റാഷണൽ ഏറ്റവും വലിയ ബോക്സ് റിയൽ നമ്പേഴ്സിൻ്റെ ബോക്സ്. ദെൻ അതിനകത്ത് വരുന്നത് റാഷണൽ നമ്പേഴ്സിനകത്ത് ഇൻറ്റജേഴ്സിൽ ഹോൾ നമ്പേഴ്സിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഏറ്റവും ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ഒരു 0 കൂടെ വന്നു കഴിയുമ്പോൾ ഹോൾ നമ്പറാകും. വീണ്ടും എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻറ്റജേഴ്സ് ആകും. വീണ്ടും P/Q ഫോമിലുള്ള നമ്പേഴ്സും കൂടെ വന്നു കഴിയുമ്പം റാഷണൽ നമ്പേഴ്സ് ആകും.
ഇനി അതിനകത്ത് ഇറാഷണൽ നമ്പേഴ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പാണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിനെ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്ക് എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. റിയൽ നമ്പർ ലൈനിൽ എല്ലാ റിയൽ നമ്പേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും നമ്മൾ P/Q ഫോമിലുള്ള നമ്പേഴ്സിനെ, അതായത് റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചു എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന്. അതുപോലെ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിനെയും നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. അത് നമ്മൾ ഈ വർഷം പഠിക്കും. ഇറാഷണൽ നമ്പേഴ്സിനെയും നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യും. അപ്പം നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാവുന്ന എല്ലാ നമ്പേഴ്സിനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാവുന്ന എല്ലാ നമ്പേഴ്സിനെയാണ് റിയൽ നമ്പേഴ്സ്. ഇനി അതായത് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറിനെ റിയൽ നമ്പർ എന്ന് പറയണത് പോലെ അത് നമുക്ക് തിരിച്ചും പറയാം. റിയൽ നമ്പർ ആണെങ്കിൽ അതിനെ ഒരു നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. രണ്ട് തരത്തിലും പറയാം. റിയൽ നമ്പർ ആണെങ്കിൽ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്താൽ അത് റിയൽ നമ്പറാകും. ഓക്കെ. അപ്പോൾ ഇനി റാഷണൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. റാഷണലും ഇറാഷണലും കൂടെ കൂടിയ റിയൽ നമ്പേഴ്സിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ.